വർക്കലയിൽ നിന്ന് ഇടവ വഴി ഈ സ്ഥലത്തിൻ്റെ പേര് വെറ്റക്കട എന്നാണ്. അപ്പോൾ ഞാൻ ഇടവായിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഈ ഏരിയയൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. നമ്മൾ വന്നപ്പോൾ വഴിയിൽ കണ്ടത് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രമാണ്, പാലക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇതുവഴി ഞങ്ങൾ പോയിട്ട് കാപ്പിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ വെറ്റക്കട എത്തി. വെറ്റക്കട വന്നാലും നമുക്ക് കാണാവുന്നതാണ്, അതിമനോഹരമായ ബീച്ചാണ്. ഒരു സമയത്ത് കോവളമായിരുന്നു ഭയങ്കര ആൾക്കാർ അട്രാക്റ്റ് ചെയ്യപ്പെട്ട ഒരു ബീച്ചെങ്കിൽ അതിപ്പോൾ ശരിക്കും വർക്കലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഒരു സമയത്ത് നമുക്ക് അറിയാൻ കഴിയും ഈ വെറ്റക്കട ഉള്ള ബീച്ച് വളരെ പ്രശസ്തമാണെന്നറിയാം. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിപ്പോൾ തന്നെ കാപ്പിൽ ബീച്ചെല്ലാം വളരെ പോപ്പുലറാണ്. നമ്മളിവിടെ നിന്ന് പോകുന്ന കാപ്പിലേക്കാണ്. കാപ്പിൽ നിന്ന് ഞങ്ങൾ പരവൂർ വഴി കൊല്ലത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും നമ്മൾ തിരഞ്ഞെടുത്ത ഈ ബീച്ച് റോഡുണ്ടല്ലോ, അതിമനോഹരം. നമ്മൾ വർക്കലയിൽ നിന്ന് ഇടവ വഴി കാപ്പിലെത്തിയിരിക്കുകയാണ്. കാപ്പിൽ എന്തുമാത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ കഴിയും. ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ബോട്ട് ക്ലബ്ബുണ്ട്. പിന്നെ ഈവനിങ്ങിൽ അറിയാമല്ലോ, ഇവിടെ കായലും തൊട്ടടുത്ത് കടലുമാണുള്ളത്. അപ്പോൾ കായലിലൊക്കെ ചെറിയ പെഡൽ ബോട്ട് തൊട്ട് മോട്ടോർ ബോട്ട് വരെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഏതായാലും ഇവിടെ കാപ്പിൽ വന്നതുകൊണ്ട് ഒരു ബോട്ട് എടുത്ത് ചെറിയ ഒരു സവാരി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ തീരദേശ വഴിയുള്ള യാത്ര കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ NH വഴി പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇടവ, വർക്കല, കാപ്പിൽ ഇതെല്ലാം ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഏതായാലും നമുക്ക് ബോട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവാം. നമുക്കിവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു ബോട്ട് സവാരി എൻജോയ് ചെയ്യണമെങ്കിൽ അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല. 5-6 പേർക്ക് വരെ നമുക്ക് 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ ഇവിടെ എല്ലാം ചുറ്റി കറക്കി ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഏതായാലും ഒരു ഫാമിലിയായിട്ട് വരുമ്പോഴത്തേക്ക് 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ ഇവിടുത്തെ ഒരു ബോട്ട് സവാരിയും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ഞങ്ങളും ഒന്ന് ഏതായാലും പോയിട്ട് വരാം, വന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. കാപ്പിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ശരിക്കും ടൂറിസം ഡെവലപ്ഡ് ആയ ഒരു സ്ഥലമാണ്.
തീർച്ചയായിട്ടും ഇനിയും ധാരാളം ടൂറിസ്റ്റുകൾ വരും. നമുക്ക് ഈ കാണുന്ന കണക്ക് ഇവിടെ എല്ലാം ഹട്ടുകളെല്ലാം ആയിക്കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. സ്പോർട്സ് ആക്ടിവിറ്റി പോലെ കായാക്കിംഗ് ഉണ്ട്, പിന്നെ പെഡൽ ബോട്ടുകളുണ്ട്, അല്ലാതെ മോട്ടോർ ബോട്ടുണ്ട്, അല്ലാതെ ഇതുപോലെ നമുക്ക് 5-6 പേര് വന്നാൽ ഒരുമിച്ച് പോയി കറങ്ങാനുള്ള ബോട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഉച്ചയ്ക്കാണ്. എന്നിട്ടും ഇവിടെ കുറേ ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും. വൈകുന്നേരത്താണ് ശരിക്കും ലൈവ്ലി ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലമല്ല കേരളത്തിൽ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്കിതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. സാധാരണ മുമ്പ് നമ്മൾ കോവളം എന്ന് പറയുമായിരുന്നു, ഇപ്പോൾ വർക്കല ശരിക്കും പറയുന്നുണ്ട്. പക്ഷേ ഈ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഹബ്ബുകളായിട്ട് ശരിക്കും ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി, ഇപ്പോൾ കോവളത്തു നിന്ന് തുടങ്ങിയെങ്കിൽ ഈ കടൽ തീരം വഴിയുള്ള ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഹബ്ബുകളും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തീരദേശത്തൂടെയുള്ള ഒരു യാത്ര ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇവിടെ വന്ന് ഈ ബോട്ടിങ് ചെയ്തപ്പോഴാണ് ഒരു മനസ്സിലൂടെ ഒരു ഓർമ്മ വരുന്നത്. ഞാനിവിടെ ഇടവായിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഈ കായലിൻ്റെ പേര് ഇടവ നടയറ കായൽ എന്നാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അറബിക്കടലും. ഈ ഒരു ചെറിയ റോഡ് മാത്രമേ ഉള്ളൂ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്ന ശ്രീ പൂവച്ചൽ ഖാദർ എഴുതി രവീന്ദ്ര മാഷ് സംഗീതം ചെയ്ത വളരെ പ്രശസ്തമായ ഇടവയെക്കുറിച്ചൊരു ഗാനമുണ്ട്. ഇടവ കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി, ഇടവ കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി. ഇത് അത്ര മനോഹരമായ സ്ഥലമാണ് ഇടവ കാപ്പിൽ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു സന്തോഷം കൂടെ ഉള്ളത്, നമ്മൾ ഈ ബോട്ട് റൈഡ് ചെയ്യുന്ന സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ ഗാനമേളയ്ക്ക് പാടുന്ന വലിയ പാട്ടുകാരനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു 4 വരി അങ്ങ് പാടിയാലേ? ഓക്കെ. ഇടവ കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി, ഇടവ കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി, ഗ്രാമീണതയുടെ ആടകളണിയും വെൺകുളമേ വിൺ മണ്ഡലമേ, ഇടവ കായലിൻ അയൽക്കാരി അറബിക്കടലിൻ കളിത്തോഴി. ഇത് വളരെ കാമായിട്ടുള്ള ഒരു കായലാണ്. പണ്ട് വീട്ടുകാർ അറിയാതെയൊക്കെ നമ്മൾ നീന്തൽ പഠിക്കാൻ വന്ന സ്ഥലമാണ് കായൽ. അതുകൊണ്ട് എനിക്ക് കുറച്ച് നീന്തലൊക്കെ അറിയാം. കായലിൽ നീന്താൻ അറിയാം, കടലിൽ നീന്താൻ അറിഞ്ഞുകൂടെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, കാപ്പിൽ വരുമ്പോൾ ഇതൊരു വളരെ പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ് ഈ ഇടവ നടയറ കായലെന്ന് പറയുന്നുണ്ടല്ലോ. തൊട്ടടുത്ത് കടലുമുണ്ട്. നമ്മൾ എല്ലാവരും വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വളരെ പീസ്ഫുള്ളായിട്ട് ഫാമിലിയായിട്ട് വന്നിട്ട് ഒരു ചെറിയ ബോട്ട് ട്രിപ്പൊക്കെ എടുത്ത് കറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ വലിയ തിരക്കില്ല. ഇനി ഭാവിയിൽ ഏതായാലും നല്ല തിരക്ക് വരാൻ പോകുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, അത്ര മനോഹരമാണ്. തൊട്ടപ്പുറത്ത് ബീച്ചിൽ പോയി എൻജോയ് ചെയ്യുന്നവർക്ക് ബീച്ച് എൻജോയ് ചെയ്യാം, കായൽ എൻജോയ് ചെയ്യുന്നവർക്ക് കായൽ എൻജോയ് ചെയ്യാം. ഇവിടെ നിന്നിട്ട് ഒരു റെയിൽവേ പാലം ഇവിടെ നിന്ന് കാണാം. അതിലൂടെ ട്രെയിൻ പോകുന്ന സമയമുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ കൽക്കരി ആയിരുന്നല്ലോ, ആ പുക പോകുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ എല്ലാം ഇലക്ട്രിക് ആയതുകൊണ്ട് എന്നാലും കാണാം. പിന്നെ വന്ദേ ഭാരതൊക്കെ പറന്നു പോകുന്നത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഏതായാലും ഇവിടെ വന്നിട്ട് ഈ ബോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് റെയിൽവേ ലൈൻ, റെയിൽവേ പാലമാണ്. ഈ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തീരദേശ റോഡാണ് പോകുന്നത്. അപ്പോൾ 2 സൈഡ് നോക്കിയാലും ലൈവ്ലി ആയിട്ടും, പക്ഷേ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വളരെ മനസ്സമാധാനത്തോടു കൂടി ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് ഈ കാപ്പിൽ ഉള്ള ഈ ഇടവ നടയറ കായലിലൂടെയുള്ള ഈ ഒരു ബോട്ട് സവാരി.
നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെയും കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെയും ബോർഡറിലാണ്. ആ കാണുന്നത് നെല്ലേറ്റിൽ എന്ന് പറയുന്നത്, പരവൂർ നെല്ലേറ്റിൽ എന്നൊക്കെ പറയും, അതെല്ലാം കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. ഇതെല്ലാം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റാണ്. ഇപ്പോൾ നമ്മൾ റെയിൽവേ പാലം കണ്ടില്ലേ, ആ പാലത്തിന് ഇപ്പുറം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റും അതിൻ്റെ അപ്പുറം കൊല്ലം ഡിസ്ട്രിക്റ്റുമാണ്. അപ്പോൾ ഈ രണ്ടും ചേരുന്ന ഈ സ്ഥലം അതിമനോഹരമാണ്. നെല്ലേറ്റിൽ ഇവിടുന്ന് കടത്ത് വഞ്ചികൾ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പുറം നെല്ലേറ്റിൽ നിന്ന് ആൾക്കാർക്ക് കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാനൊക്കെ ആയിട്ടുള്ള സൗകര്യമാണ്. ഇത് ഇടവ നടയറക്കായൽ എന്ന് പറഞ്ഞാൽ ഇനി പരന്ന് കിടക്കുകയാണ്. ഇത് എവിടം വരെ പോകും? ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ കൊല്ലം ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വള്ളക്കടവ് വരെ പോകുന്ന ഒരു ജലപാതയാണ്. കാപ്പിൽ വരുമ്പോൾ ഈ ഒരു ബോട്ട് യാത്ര അതിമനോഹരമാണ്. വിശേഷിച്ച് നമ്മൾ ആ റെയിൽവേ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകുമ്പോൾ ട്രെയിൻ പോണ വ്യൂ ഒക്കെ ഉണ്ടല്ലോ, അത് അതിമനോഹരമാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നെല്ലേറ്റിൽ എന്ന് പറയുന്ന സ്ഥലം കാണാൻ പോലും നല്ല വ്യൂ ആണ്. അപ്പോൾ ഇടവ കാപ്പിൽ വരുമ്പോൾ ഒരു ബോട്ട് യാത്ര അതിമനോഹരം. ഞങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിച്ച മിസ്റ്റർ രതീഷ്, താങ്ക് യു. ഏതായാലും അടുത്ത തവണ വരുമ്പോൾ കാണാം കേട്ടോ. ഇത് പൊഴിക്കര ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ബീച്ചാണ് താന്നി ബീച്ച് എന്ന് പറഞ്ഞാൽ. അതും വളരെ പോപ്പുലറാണ്. നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ കാണാവുന്ന ദൂരത്താണ് ഈ താന്നി ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കാറെടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കൂടെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പൊഴിക്കര ബീച്ച് കഴിഞ്ഞാൽ നമ്മൾ താന്നി ബീച്ചിലേക്കാണ് പോകുന്നത്. പൊഴിക്കര ബീച്ചിൽ നിന്ന് താന്നി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പൊഴിക്കര ബീച്ച് അത് പരവൂർ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മയനാട് വന്നിരിക്കുകയാണ്. പരവൂർ കഴിഞ്ഞ് മയനാട് എത്തിയിരിക്കുകയാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പോൾ പൊഴിക്കര ബീച്ചായിരുന്നാലും താന്നി ബീച്ചായിരുന്നാലും ഭയങ്കര ക്ലീനായിട്ട് കിടക്കുകയാണ്, വളരെ ക്ലീനാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഡേർട്ടും ഇവിടെ എങ്ങും കാണാൻ കഴിയാത്ത രീതിയിൽ ഈ ഓടി വന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് അത്രയും ക്ലീനായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒരുപക്ഷേ നമുക്ക് ഈ തീരദേശങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ മാത്രമേ പ്രൊമോട്ട് ആവുന്നുള്ളൂ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കണ്ടതെല്ലാം അതിമനോഹരമായ ബീച്ചുകളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതലും ബീച്ചുകളാണ് കാണിക്കേണ്ടി വന്നതെന്ന് പറയുന്നത് ഞങ്ങൾ തീരദേശത്തോടുകൂടിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അതിമനോഹരമായ ഒരു റൂട്ടാണ്. നമുക്ക് തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ തീരദേശത്തോടുകൂടി പോകുന്നത്. ഓൺലി നമ്മൾ വർക്കല ബീച്ചിൽ വന്നപ്പോൾ മാത്രം കുറച്ച് ഉള്ളിലോട്ട് പോയെന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം കടലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും നാച്ചുറലായിട്ട് കണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ കടലും തൊട്ടപ്പുറത്ത് കായലും കാണാവുന്നുണ്ട്. ഇതിൻ്റെ മിഡിലാണ് ഒരു റോഡുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇറങ്ങി ഒന്ന് റെസ്റ്റ് എടുത്ത് കായലിലാണെങ്കിൽ കായൽ, ഇപ്പോൾ നമ്മൾ കാപ്പിൽ വന്നപ്പോൾ ബോട്ടിങ് ചെയ്തില്ലേ,
അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല കള്ള് ഷാപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ കയറി ഒരു ചെറിയ ഫുഡൊക്കെ കഴിച്ച് കള്ള് ഇഷ്ടമാണെന്നവർക്ക് കുറച്ച് കള്ളുമൊക്കെ കഴിച്ച് പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ റൂട്ട് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ NH-ലൂടെ ഒരു പോക്ക് പോകുന്നു, കാണുന്ന മന്തി കടകളൊക്കെ കാണുന്നു, അത് കഴിക്കുന്നു പോകുന്നു, അങ്ങനെയാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാടൻ ഫുഡ് കഴിക്കാം. നമ്മൾ വരുന്ന വഴിയിലെല്ലാം ഫിഷ് വളരെ ചീപ്പായിട്ട് വിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അവർ ഇവിടുന്ന് ഫിഷ് പിടിക്കുന്നു, സൈഡിൽ വെച്ച് വിൽക്കുന്നു. അത്രയും ഫ്രഷായിട്ടുള്ള ഫിഷ് മോങ്കേഴ്സിനെയും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ യാത്രയിലുള്ള ഒരു പ്രത്യേകത. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് കൊല്ലം ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഈ പുറകിലൊക്കെ കാണാവുന്നതുപോലെ കുട്ടികളെല്ലാം വരുന്നു, പട്ടം വിൽക്കാൻ ഇഷ്ടംപോലെ. പട്ടം നമ്മളൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട, പട്ടം വിൽക്കാൻ ആൾക്കാരുണ്ട്. ഇതെല്ലാം വാങ്ങിയിട്ട് പട്ടം പറത്തുന്ന എത്രയോ കുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പോൾ നമുക്ക് വിദേശത്തുള്ള മലയാളികൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഈവനിങ്ങിൽ വന്നിട്ട് സീ സൈഡിലൊക്കെ വന്നിട്ട് കുടുംബവുമായിട്ടൊക്കെ വന്നിരിക്കാനുള്ള അവസരം. വിശേഷിച്ച് UK-ലൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല. വല്ലപ്പോൾ അവിടെ സമ്മർ ടൈമിന് മാത്രം കുറച്ചൊന്ന് പോകാൻ കഴിയുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഇത്തരം ഒരു ഓപ്പൺനെസ് വിദേശത്തുള്ള പലർക്കും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതാണ് നമുക്ക് നാട്ടിൽ വരുമ്പോൾ നമ്മളേതായ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് വൈകുന്നേരത്ത് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് സീ സൈഡിലൊക്കെ പോയി ഇവിടുത്തെ എന്ന് വെച്ചാൽ വെതർ അത്രയും കംഫർട്ടബിൾ ആണല്ലോ. നമുക്ക് തണുപ്പ് നോക്കണ്ട, ചൂട് നോക്കണ്ട, ഒന്നും നോക്കണ്ട. വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ബീച്ച്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അപ്പോൾ ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ പോകാൻ പറ്റും. മുമ്പത്തെ കണക്കല്ല, ഇപ്പോൾ ലിഫ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊല്ലം തന്നെ ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എപ്പിസോഡ് ചെയ്ത കണക്ക് തന്നെ ധാരാളം സ്ഥലങ്ങൾ കൊല്ലത്തുമുണ്ട്. നദിയും കടലും കായലും മലകളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം. നമ്മളിവിടെ നിന്ന് അടുത്തതായിട്ട് പോകുന്നത് ചിന്നക്കടയിലേക്കാണ്. ചിന്നക്കട എന്ന് വെച്ചാൽ വളരെ പ്രശസ്തമായ ഒരു വ്യവസായ കേന്ദ്രമാണ്. കൊല്ലം ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ വ്യവസായത്തിന് വളരെ പ്രസിദ്ധമായിരുന്നു. നമ്മളിവിടെ നിന്ന് പോകുന്നത് ചിന്നക്കടയിലാണ്. ഏതായാലും നാട്ടിൽ വരുമ്പോൾ കൊല്ലം ബീച്ചും ഈ പരിസരവും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളിപ്പോൾ ചിന്നക്കടയിൽ എത്തിയിരിക്കുകയാണ്. ചിന്നക്കടയിൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗാണ് ഈ പുറകിൽ കാണുന്നത്, ക്ലോക്ക് ടവർ. ഇത് 1941 ഇതിൻ്റെ ജോലി ആരംഭിച്ചിട്ട് 1944 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 വശത്തും ഇതുപോലെ ക്ലോക്ക് കാണാൻ പറ്റും. 1944 മുതൽ ഇന്നും അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സമയത്ത് കൊല്ലം ഈ ഒരു ബിസിനസ് ഹബ്ബായിരുന്നു. ഈവൻ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ കൊല്ലം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഹബ്ബാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇപ്പോഴും നമുക്ക് ചിന്നക്കടകളിലൊക്കെ വലിയ വലിയ വ്യവസായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഞാൻ 5 വർഷവും ഇവിടുത്തെ കൊല്ലം SN കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് വളരെ നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഈ കാണുന്ന കെട്ടിടങ്ങൾക്ക് അന്നേ ഉള്ളതാണ്. കുറേ കെട്ടിടങ്ങൾക്ക് മാറിയിട്ടുണ്ടെങ്കിലും അതേ കണക്ക് പ്രിസർവ് ചെയ്യുന്ന, ഇത്രയും വർഷമായിട്ടും ഒരേ മാറ്റം വരാതെ നിൽക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ചിന്നക്കട വന്നാൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, തൊട്ടപ്പുറത്ത് നമ്മൾ
കോളേജൊക്കെ കട്ട് ചെയ്ത് വന്ന് സിനിമ കാണുന്നൊരു സ്ഥലമുണ്ടായിരുന്നു, ഗ്രാൻഡ് തിയേറ്റർ. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ അത് പൊളിച്ച് വേറെ എന്തോ വലിയ ബിൽഡിംഗ് കെട്ടാൻ പോകുന്നതാണ് പറയുന്നത്. അതൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. കൊല്ലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരമായി. വൈകുന്നേരത്ത് എന്തെങ്കിലും ആഹാരം കഴിക്കണമല്ലോ. അപ്പോൾ നമുക്ക് നെടുങ്ങോലം കൃപ ഷോപ്പുണ്ട്. ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അടുത്താണ്. വളരെ പോപ്പുലറാണ്. ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. വളരെ നല്ല ആഹാരമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞങ്ങൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓണറാണ് അല്ലേ, എനിക്ക് നേരത്തെ അറിയാം ഇദ്ദേഹത്തെ. അപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ല ഫ്രഷ് കറികൾ. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ഫാമിലികളാണ് എല്ലാം ഇവിടെ വന്നിട്ട്. മറ്റേ ഷാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാറില്ലല്ലോ. ഷാപ്പിൽ ഇവിടെ ഫാമിലി അല്ലേ, ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തലക്കറി, ചിക്കൻ പെരട്ട്, തലക്കറി, ചിക്കൻ പെരട്ട്, താറാവ് കൊഞ്ച്, കണവ് എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി തലക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു തലക്കറി പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിൻ്റെ തലയാണ്? നെമ്മീൻ്റെ തല. പിന്നെന്ത് വേണം ഇത്? അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഇത് അറിഞ്ഞു വരുന്നവരാണ് എല്ലാം വരുന്നത്. അപ്പോൾ കൊല്ലത്തോട്ട് പോകുന്നവർക്ക് ഇത് ഒരു പ്രധാന ഹബ്ബായിരിക്കണം നിങ്ങൾക്ക് ആഹാരം കഴിക്കാനായിട്ട്. ബെസ്റ്റ് ആഹാരമാണ് ഇവിടെ. ഞാൻ 2-3 പ്രാവശ്യത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വീണ്ടും വന്നത്. നമുക്ക് ഈ കാണുന്നതെല്ലാം അവർ മൊത്തമായിട്ട് ഉണ്ടാക്കിയാണ്, അപ്പോഴപ്പോഴും ഉണ്ടാക്കിയാണ്. അല്ല കുറേശ്ശെ ഉണ്ടാക്കിയല്ല, ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തീരും അല്ലേ. രാത്രി ആകുമ്പോൾ തീരും. ഇനിയും വേണം, ഇനിയും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചൂടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തലക്കറി ചൂടാക്കുക. ഇത് കുറച്ച് സമയം എടുക്കുമോ ചൂടായി വരാൻ? ഓക്കെ, ഇത് റെഡിയായി വരികയാണ്. ഇതിപ്പോൾ ചിക്കൻ പെരട്ടെന്ന് പറയും. അപ്പോൾ കൊച്ചു ഉള്ളിയിൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ചെറിയ ഉള്ളിയിലാണ്. അതാണ് ഇവിടുത്തെ ചിക്കൻ പെരട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് താറാവ് കറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല ചുമന്ന്. ഇതെല്ലാം കൊഞ്ച് കറി. ഇത് കക്ക, കണവ, ഞണ്ട്, ഇതെല്ലാം ലിവറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഉണ്ട്. ഇതല്ലേ ഇത് എന്തിനാ അറിയാ? ചൂരക്കറിയാണ്. ചൂരക്കറിയാണ്. നമ്മൾ കറിയും ഫുഡും ഒക്കെ റെഡിയാണ്. കുറച്ച് അപ്പം പറഞ്ഞു, ഒരു തലക്കറി പറഞ്ഞു, കുറച്ച് ചിക്കൻ പെരട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ വന്നപ്പോൾ കഴിക്കാൻ നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഇവിടെ എല്ലാത്തരം വെറൈറ്റി ഫുഡുകളുണ്ട്. താറാവിൻ്റെതുണ്ട്, പോത്തിറച്ചി, എന്ത് ഐറ്റം വേണമെങ്കിലും ഇവരിവിടെ നമുക്ക് ഉണ്ടാക്കി തരും. കൊല്ലത്തേക്ക് പോകുമ്പോൾ ഈ നെടുങ്ങോലത്തെ ഹോട്ടൽ കൃപ ഏറ്റവും നല്ല ഫുഡ് നൽകുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്ത് വെറൈറ്റിയുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ തന്നെ അത്ര രുചിയോടും സന്തോഷത്തോടു കൂടിയാണ് കഴിച്ചത്. ഏതായാലും ഇന്നത്തെ ഞങ്ങളുടെ ഈ ആഹാര പരിപാടി ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്തെ വിശേഷമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.